ലജ്ജാവതി ഇല്ലെങ്കിൽ എവിടെയായിരുന്നു? ഇടയ്ക്ക് വെച്ച് മലയാളം ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? അത് ആക്ച്വലി പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ മാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഇതൊരു ടൈറ്റിൽ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ആരു നീ എന്നോ മലേ മിഴികൾ തേടും രാഗമോ ഇഷ്ടപ്പെടണമെന്നുള്ളൊരാഗ്രഹം എപ്പോഴും എനിക്ക്. പിന്നെ ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ കാണുകയാണെങ്കിൽ കണ്ട് തെറ്റുവല്ലോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അതുകൊണ്ട് ജയ് ഹനുമന്ത കേസരി നന്ദന മാരുതിരായ വാനരയോധ വായുപുത്ര വജ്രകായ ദീനബന്ധു വേദിര ജയ് ഹനുമാൻ. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ. ആ ഗായകൻ എത്ര പാട്ട് പാടിയാലും ഒരു പാട്ട് കൊണ്ട് മാത്രമേ പ്രേക്ഷകർ ഇന്നും ഏറ്റെടുക്കുകയുള്ളൂ. പേരും പറയുന്നില്ല, പാട്ടും പറയുന്നില്ല. ഗായകനെ നേരിട്ട് നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? സത്യമാണ്. ആ പാട്ടാണ് ഇപ്പോഴും അല്ലേ? അതാണ്. ലജ്ജാവതി ഇല്ലെങ്കിൽ എവിടെയായിരുന്നു? എങ്ങുമില്ല. അത് തന്നെയാണ് ഒരു സത്യം. അതെ. ഒത്തിരി പാട്ടുകൾ പാടി. എനിക്ക് തോന്നുന്നു ജാസി പാടി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ ഹിറ്റുകളിലേക്കും പോയിട്ടുണ്ട്. അതെ. ഇടയ്ക്ക് വെച്ച് മലയാളം ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ എവിടെയോ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരും. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? അത് ആക്ച്വലി അത് ഇൻഡസ്ട്രി കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ കന്നഡ പടങ്ങൾ കമ്പോസ് ചെയ്യാൻ വേണ്ടി കയറി. ആ സമയത്ത് ഇവിടെ പടങ്ങൾ കുറവായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഉപേക്ഷിക്കുക എന്നുള്ളത്. ആക്ച്വലി നമ്മളത് പറഞ്ഞു പോയ വാക്കുകളിൽ സംഭവിച്ചതാണ്. കുറച്ച് പടങ്ങൾ കന്നഡയിൽ സക്സസ് ആയിട്ട് വന്നു വീണ്ടും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് അവിടെ വർക്ക് കിട്ടി. അതുകൊണ്ട് കന്നഡയിൽ സ്റ്റക്ക് ഓൺ ആയിരുന്നു. ഏതാണ്ട് ഒരു 50ഓളം പടങ്ങൾ കന്നഡയിൽ മ്യൂസിക് ചെയ്തു. പ്രശ്നം റിലീസാകാനും ഇനി 2-3 കന്നഡ പടങ്ങളാണ് ഉള്ളത്. ഇനിയുമുണ്ട്. അത് പറഞ്ഞത് പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നിയോ? അത് ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ലിറ്ററലി ഉപേക്ഷിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത്. സംസാരത്തിൽ അങ്ങനെ വന്നു. കാര്യം നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് പിന്നീട് ചർച്ചയായി പോയി. അതെ അതെ അതെ. അത് വേദന ഉണ്ടാക്കിയോ? വേദന എന്നുള്ളൊരു സംഭവം ആക്ച്വലി മ്യൂസിക്കിനകത്ത് ഉണ്ടല്ലോ. അതൊരു വേദന ഏറ്റവും വലിയ വേദനയാണല്ലോ. അത് നമ്മളങ്ങനെ അത് പലപ്പോഴും പല രീതിയിൽ അറിയാമല്ലോ. ഇപ്പോൾ ഇൻഡസ്ട്രി എന്താണ് അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം. പല സ്ഥലങ്ങളിലും നമ്മൾ പോയി നമ്മുടെ ചാൻസുകൾക്ക് വേണ്ടി പണ്ട് മുതലേ ആരും അങ്ങനെ സമീപിക്കാറില്ല. വരുന്നതെല്ലാം നമ്മുടെ ഒരു ബേസിക് ടാലൻറ്റ് കണ്ടിട്ട് വരുന്ന പടങ്ങളാണ്. പ്രത്യേകിച്ച് അവസരങ്ങൾക്കായിട്ട് പോയി ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഡെമോ കാണിച്ചിട്ടുള്ള ഒരേ ഒരു ഡയറക്ടർ ജയരാജ് സാർ തന്നെയാണ്. അതല്ലാതെ ആർക്കും അങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല. അപ്പോൾ പടങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ. ഒരു സമയത്ത് നമുക്ക് ഒരു പടത്തിൻ്റെ ഒരു വിജയവും ഇതെല്ലാം വീണ്ടും ഇത് ചെയ്തു വരുമ്പോഴാണല്ലോ അടുത്തതിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പാട്ടുകളുടെ തന്നെ ഒരു ബ്രേക്ക് വീണ്ടും എനിക്ക് തോന്നിയത് ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി വീണ്ടും ഒരു ബൂം ഉണ്ടായപ്പോഴത്തേക്കാണ് വീണ്ടും ആക്ച്വലി ഒരു മെയിൻ സ്ട്രീം മലയാളത്തിലേക്ക് വരാൻ പറ്റിയത്. അത് പഴയ പാട്ടുകൾ കൊണ്ട് തന്നെയാണ് എന്ന് വെച്ച് പറയാം. അതെ, പഴയ പാട്ടുകൾ കൊണ്ട്. അതെ. ഇപ്പം പുതിയ പാട്ടുകൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു കന്നഡയിലൊക്കെ ഉണ്ട്, മറ്റു ഭാഷകൾ പോകുന്നു. ഇപ്പം മലയാളത്തിൽ പുതിയ പാട്ടുകൾ ഒത്തിരി മ്യൂസിക് ഡയറക്ടറും വരുന്നുണ്ട്. എങ്ങനെയാണ് ആ പാട്ടുകളെ കാണുന്നത്? പണ്ടത്തെ പാട്ടുകൾ ഇപ്പോഴത്തെ പാട്ടുകളായിട്ടൊരു വ്യത്യാസം കുറേ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ജാസിയൊക്കെ പാടി വെച്ച ആ പാട്ടുകൾ പോലെ ഇപ്പോൾ വീണ്ടും ആ പാട്ടുകളിലേക്ക് ഒരു ഊർജ്ജം പകർന്ന് ഒരു പുതുജീവൻ പകർന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ വളരെ ട്രെൻഡിയാണ്. ഇപ്പോഴത്തെ വളരെ ഒരു എക്സ്പ്രസീവായിട്ട് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പിലുള്ള പാട്ട് അതല്ലാതെ ഇപ്പോഴും വളരെ എക്സ്പ്രസീവായിട്ട് എല്ലാ പാട്ടുകളും തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാ ജോണറും കേൾക്കുന്ന ആൾക്കാരും അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും
അങ്ങനത്തെ ഒരു വൈഡർ ഒരു എക്സ്പോഷർ ആക്ച്വലി ഇപ്പോഴത്തെ മ്യൂസിക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ക്രോസ് കൾച്ചർ ഒരു ഇന്ത്യൻ മ്യൂസിക്കിലോട്ടൊക്കെ വരുന്നല്ലോ. മലയാളം തന്നെ ഇപ്പോൾ തെലുങ്ക് ആകുന്നുണ്ട്, ബാക്കിയുള്ള ലാംഗ്വേജുകളിലൊക്കെ പോകുന്നൊരു സ്വഭാവം ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് 20 years ബാക്ക് ഫോർ ദ പീപ്പിളിന് ഇതുപോലെ കിട്ടിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, എല്ലാം വിശദീകരിച്ചാണ് ഞാനും വിളിച്ച് സംസാരിച്ചത്. അത് ഏറ്റവും ജാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെയല്ലേ എനിക്ക് തോന്നിയത്? കൃത്യമായിരിക്കില്ലേ? നമ്മുടെ അത് വേറൊരു എന്താണ് ജോലിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു കണ്ടീഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അതൊരു മിസ്ഹാപ്പനിങ് ആയിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ ഒന്ന് ഓവർകം ചെയ്യേണ്ട അടുത്ത ഷോകൾക്ക് പോകുമ്പോഴത്തേക്ക് അതങ്ങ് ഓവർകം ആയി. ഒത്തിരി പിന്തുണ വന്നു. അതെ അതെ. ജാസി അത് സ്വയം പോസ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ആളുകൾ വല്ല അറിഞ്ഞു തുടങ്ങിയത്. ജാസിയെ വിളിച്ചവരുണ്ട്, ഫേസ്ബുക്കിലൂടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിലൂടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ജാസി എന്നൊരാളെ മനുഷ്യർ സ്നേഹിക്കുന്നു, പ്രേക്ഷകർ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവായിട്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന് നമുക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും തീരില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ എന്നുള്ള വ്യക്തിക്ക് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആർട്ടിസ്റ്റിന് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ആയിട്ടാണ് ആക്ച്വലി ആ ഒരു സപ്പോർട്ടിന് എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ മാറ്റപ്പെടേണ്ടി വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് അത് നമുക്ക് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു എല്ലാവരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസിൽ പലർക്കും എന്നോട് തന്നെ പലരും ചോദിച്ചായിരുന്നു എങ്ങനെ ഇത് പെട്ടെന്ന് നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളതിൻ്റെ ഒരു സംഭവം. പെട്ടെന്ന് നമുക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ അത്. അപ്പം അത് കാരണം നമ്മൾ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അതിലേക്ക് തിരിച്ച് വന്നത്. ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഇതൊരു ടൈറ്റിൽ ആവാൻ ചാൻസ് ഉണ്ട്. സമ്മതിച്ചേട്ടാ. ടീച്ചർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു ഒരു ടൈറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയില്ല. അയ്യോ, ആ ടൈറ്റിൽ ഞാൻ മാച്ച് കളഞ്ഞു. ഇല്ല, അങ്ങനെ ആക്ച്വലി നമ്മൾ എല്ലാ റെസ്പെക്റ്റോടു കൂടി നമ്മൾ അന്ന് തന്നെ കോൺവെർസേഷനിലെല്ലാം പറഞ്ഞത്, നമ്മൾ പാടുന്ന സമയത്ത് ആക്ച്വലി ഇതെങ്ങനെ ചെയ്യാതെ നേരത്തെ പറയാം കണ്ടീഷൻസ്, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലെയും കണ്ടീഷൻസ് റെസ്പെക്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. പിന്നെ എല്ലാവർക്കും പ്രോട്ടോകോൾ അറിയാമല്ലോ ഇപ്പോഴും, അവരുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വശങ്ങളുണ്ട്. നമ്മളെല്ലാത്തിനും റെസ്പെക്റ്റ് ചെയ്ത് അമിതാവേശം കാണിക്കാതിരുന്നാൽ നല്ലത്. അല്ല, അമിതാവേശം ഇല്ലല്ലോ. ജാസിയുടെ മനസ്സും ആ സംസാര രീതിയും എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ആവേശമുണ്ടെങ്കിൽ ഇതിവിടെയൊന്നും തീരില്ലായിരുന്നു. അതെ അതെ അതെ. അത്തരം ഒരു മനസ്സിന്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് അങ്ങനെ തീർന്നത് എന്ന് ഞാൻ കാണുന്നു പേഴ്സണലി. അധികം വഴക്കുകളിലേക്ക് പോകാത്തുള്ളൊരു രീതിയാണ് ആവശ്യം എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റു ഭാഷകളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, വളരെ ഇവിടത്തേലൊക്കെ അപ്പുറമായിരിക്കുമെന്ന് ഞാൻ തോന്നുന്നു. റെസ്പെക്റ്റിൻ്റെ സൈഡിലും മ്യൂസീഷ്യൻഷിപ്പ് എല്ലാം ഏതാണ്ട് ഇൻഡസ്ട്രികളിലെല്ലാം ഈക്വലാണ്. പക്ഷേ പറയുന്നത് പോലെ മ്യൂസിക്കിനും അതിനോടുള്ള ഒരു സാമീപ്യവും ആക്ച്വലി ഭയങ്കര വലുതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പലപ്പോഴും ഫിലിം മ്യൂസിക് നമ്മളെക്കാട്ടിലും കുറച്ച് വൈഡായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. മ്യൂസിക് ഒരു സിനിമയുടെ കമ്പോസിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയമെടുക്കുന്നൊരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തു വെച്ചങ്ങളിൽ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എല്ലാ പാട്ടുകളും ഇഷ്ടമായിരിക്കും, എങ്കിലും പെട്ടെന്നൊരു ഇഷ്ടപ്പെടാൻ പറ്റുന്ന പാട്ട് പറയുമ്പോൾ ഏതായിരിക്കും പറയുക? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും സാധാരണ നമ്മുടെ ഷോയിലും എല്ലാവരും ഫസ്റ്റിൽ ഞാൻ പാടാൻ വരുമ്പോഴത്തേക്ക് തന്നെ ലജ്ജാവതി, ഞാൻ പറയും ലജ്ജാവതി 10:45 ഞാൻ പാടില്ലെങ്കിൽ 9:45 പാടുമെന്ന് പറയും. ആക്ച്വലി ലജ്ജാവതി തന്നെയാണ് ഇപ്പോൾ എൻ്റെയും പേഴ്സണൽ ഫേവററ്റ്. ഞാൻ ഒരിക്കലും അതിനെ അല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. ഒത്തിരി പാട്ടുകളുണ്ട്, പലർക്കും അഴകാല എന്നുള്ള സോങ് അന്നത്തെ ഇപ്പോഴും ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ട്. സ്നേഹത്തുമ്പി റിക്വസ്റ്റ് വരുന്നുണ്ട്. പിന്നെ 100 ആശകൾ,
മെലഡി അരികിൽ നിന്നാൽ ഇങ്ങനത്തെ മെലഡിക് സോങ്സിനോട് ഇഷ്ടമുള്ളവരത് പറയും. അങ്ങനെ എല്ലാ പാട്ടും നമുക്ക് അങ്ങനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ജാസി സ്വന്തമായിട്ട് ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പാടണമെന്ന് തോന്നുമ്പോൾ ഏത് പാട്ടാണ് പാടുക? ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ പാട്ടിൻ്റെയും വേർഷൻസ് പലതും എനിക്ക് വരാറുണ്ട്. പല ആൾക്കാർ അൺപ്ലഗ്ഡ് ആയിട്ട് വായിക്കുന്നത് എത്താറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് അയക്കാറുണ്ട്. ഞാൻ മാക്സിമം എല്ലാം കേൾക്കും. എനിക്കെല്ലാം വളരെ ഇഷ്ടമാണ്. പുതിയ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിപ്പോൾ ഫാസ്റ്റ് ആണെങ്കിലും സ്ലോ ആണെങ്കിലും ചില ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ കുറച്ച് മെലഡിക്കായിട്ട് പ്ലേ ചെയ്ത വേർഷൻസ് വരാറുണ്ട്. എല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. പറ്റുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും സംഭവം കൊടുക്കും, അങ്ങനെ എപ്പോഴും. പിന്നെ എനിക്കും ഈ ഫാസ്റ്റ് നമ്പേഴ്സിനോടൊരു താല്പര്യം എപ്പോഴും ഉണ്ട്. പണ്ട് മുതലേ ഉള്ളിൽ ഇരുന്ന് ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഉള്ളിലിരുന്ന് സ്വപ്നങ്ങളിലെ ഒരു ഡാൻസുകാരൻ. ഡാൻസ് സോങ്സിനോട് പണ്ടേ ഒരു ഇഷ്ടമുണ്ട്. അത് ആ ടൈപ്പ് ഒത്തിരി കേൾക്കുന്നതുകൊണ്ടായിരുന്നു ആ സമയം പോപ്പുലറായിട്ടുള്ള ഒത്തിരി പാട്ടുകൾ. അതുകൊണ്ട് ഡാൻസ് സോങ്സ് കേൾക്കാൻ എപ്പോഴും ഇഷ്ടമാണ്, പോസിറ്റീവായിട്ടുള്ളത്. നമുക്ക് ഒരു ഏറ്റവും ചേർത്ത് പിടിക്കപ്പെട്ടത്, എന്നും എന്നെ ചേർത്ത് പിടിക്കപ്പെട്ടതെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആരെയായിരിക്കും പറയാൻ പറ്റുമോ ജാസിക്ക്? തീർച്ചയായിട്ടും അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അത്. അങ്ങനെ ചേർത്ത് അങ്ങനെ ലൈഫിൽ ആക്ച്വലി മാഷ് ചോദിച്ചുകൊണ്ടുള്ളൊരു ഫ്രാങ്കായിട്ടുള്ളൊരു ആൻസർ ആണെങ്കിൽ അങ്ങനെ ചേർത്ത് പിടിക്കത്തക്ക ആരും അങ്ങനെ അന്നുമില്ല ഇന്നുമില്ല. അത് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ട്രാവലിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം മാക്സിമം ഒറ്റയ്ക്കുള്ള യാത്ര തന്നെയായിരുന്നു അന്നും. ഇപ്പോഴാണെങ്കിലും അത് മ്യൂസിക്കിലാണെങ്കിലും അല്ലാത്ത സംഭവങ്ങളിലും എല്ലാം ഒറ്റയ്ക്കുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കൂടുതൽ. പിന്നെ ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സമയത്തുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ മോഡുലേഷനും എല്ലാം യൂണിവേഴ്സിറ്റി കോളേജ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു സുഹൃത്ത് ബന്ധം ആക്ച്വലി എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുന്നതാണ്. ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒത്തിരി അവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം നമുക്ക് ബാലുവിൻ്റെ പേര് തന്നെയാണ് ഓർമ്മ വരുന്നത്. ബാലുവിൻ്റെ റെക്കോർഡിംഗ് ഒക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് നമ്മുടെ മ്യൂസിക്കിൽ ഒരു വലിയൊരു പൊസിഷൻ അദ്ദേഹത്തിനുണ്ട് അവിടെ. കാര്യം ഞങ്ങൾ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാവരും നമ്മൾ കാണുന്നതും പഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം. ആ നഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ പറ്റില്ല. ബാലുവിന് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചത്, നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്. അത്രമാത്രം സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു നിങ്ങളെല്ലാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇഷാമൊക്കെ ആ സുഹൃത്തുക്കളിൽപ്പെട്ടാണ്. ഇഷാമു എന്നോട് പറഞ്ഞു, ഇഷാമിന് വാക്കുകളില്ലാതെയായി പോവുകയാണ് എപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഒത്തിരി വേദന. പിന്നീട് അതേക്കുറിച്ച് വലിയ വലിയ സംസാരങ്ങളായി. മരണത്തെക്കുറിച്ച് ഇപ്പോഴും എവിടെയോ എന്തോ ഒക്കെ ഒളിഞ്ഞു കിടക്കുന്ന പോലെ ഒരു അന്വേഷണങ്ങൾ വരുന്നു. അതൊക്കെ എങ്ങനെയാണ് ഒന്ന് ഓവർകം ചെയ്തത്? അത് ഓവർകം ചെയ്യുക, ഇപ്പോൾ ഇഷാനെ പോലെ ആ സമയത്ത് നമ്മളെല്ലാവരും ആകെപ്പാടെ മരവിച്ചു പോയ കുറേ ദിവസങ്ങളായിരുന്നു. അത് എന്താണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സംഭവങ്ങൾ. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ കുറേ നാൾ നമുക്ക് ആക്ച്വലി എല്ലാവരും ഭയങ്കര മൂടിയായിരുന്നു. പിന്നെ അത് റിയലൈസ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഒരു ടൈം പീരീഡ് എടുത്തു അതിലേക്ക് നമ്മളെത്താനും. കാര്യം ഇത് നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ഒരു ഗോൾഡൻ ടാലൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനുണ്ട്. പണ്ട് മുതലേ ഉള്ള എല്ലാ കലാകാരന്മാരുള്ള ഞങ്ങളുടെ കോളേജിൻ്റെ, ഞങ്ങളുടെ ബോസാറിൻ്റെ, അവിടെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയിട്ട് വീട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഈ സംഭവം. അത് മാറാനായിട്ട് കുറേ സമയം നമുക്ക് വേണ്ടി വന്നു. അതിപ്പോഴും എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കേണ്ടതായി തോന്നുന്നുണ്ടോ മരണം? ഫ്രാങ്ക്ലി എനിക്കതിനെപ്പറ്റി ആക്ച്വലി കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. ആക്ച്വലി നമുക്കറിയാമല്ലോ അതങ്ങനെ ഒരു സംഭവം അങ്ങനെ നടന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അതിന് പിന്നാമ്പുറം നമ്മൾ ഒത്തിരി വാർത്തകൾ കണ്ട്, ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒത്തിരി വാർത്തകൾ കണ്ട്. പക്ഷെ അതിലേക്കിട്ടൊന്നും നമ്മൾ നോക്കാനോ ഒന്നും പോയില്ല എന്നുള്ളതൊരു സത്യമാണ്. ബാലഭാസ്കറിന് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പ്ലേ പാടി കൊടുക്കും. ഞാൻ ആക്ച്വലി ബാലുവിന് ആ സമയത്ത്
ബാലുവിന് വെസ്റ്റേൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വെസ്റ്റേൺ പാടുന്നതായിരുന്നു ആക്ച്വലി ബാലുവിന് ഏറ്റവും ഇഷ്ടം. മലയാളം കമ്പോസിങ്ങോ മലയാളം പാട്ടുകളോ എന്നതിലുപരി ഞാൻ വെസ്റ്റേൺ പാടുമായിരുന്നു. അത് ബാലുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ബാലു എപ്പോഴും ഈ ബാലുവിൻ്റെ ആ സമയത്തൊക്കെ ഉള്ള കുറേ വർക്കുകൾ എനിക്ക് സ്റ്റുഡിയോയിൽ അവരുടെ റെക്കോർഡിംഗ് ആണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അന്നും ബാലുവിന് ഈ പറയുന്നത് പോലെ കമ്പോസിങ് ആണെങ്കിലും എപ്പോഴും പറയുന്ന 1-2 പോളിസികളുണ്ട് അദ്ദേഹത്തിൻ്റെ. അതായത് മ്യൂസിക്കലി അത് ഇതായിരിക്കണം, ഇല്ലെങ്കിൽ മ്യൂസിക്കലി എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള സംഭവങ്ങളിലോട്ട് മാത്രമേ അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്യൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതൊക്കെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ഫ്യൂഷൻ അറിയാമല്ലോ, ഫ്യൂഷൻ ആക്ച്വലി കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ് തന്നെ നമുക്കറിയാം. യൂണിവേഴ്സിറ്റി കോളേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പണിപ്പുരയാണ് നമ്മൾ കണ്ട്. ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കാരം എന്നുള്ളൊരു ഓർഗനൈസേഷൻ്റെ ഇതായിരുന്നു, എൻ്റെ അണ്ടറിലാണ് അത് നടന്നത്. അപ്പം സംസ്കാരമാണ് ആക്ച്വലി ബാലുവിന് വേണ്ടി യൂത്ത് ഫെസ്റ്റിവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇതായിട്ടാണ് കൺഫ്യൂഷൻ ഫോം ചെയ്യുന്നതും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം അവരുടെ ബാൻഡിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ നമ്മളുണ്ടായി. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാം. റെഗുലറായിട്ടല്ലാത്ത ചിന്തകളാണ്, മ്യൂസിക്കലാണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളിൽ എപ്പോഴും പുള്ളി എപ്പോഴും ചിന്തിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ബാൻഡ് നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ബാൻഡായിരുന്നു. ആ ബാൻഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അന്ന് പാടിയ ഒരു പാട്ട് ഏതായിരിക്കും? ഞാൻ അതിലെ ബാൻഡ് എൻ്റെ ആയിരുന്നില്ല, ഞാൻ സംസ്കാരയുടെ ആയിരുന്നു. ഇഷാൻ, അതിനകത്ത് ഇഷാന് ഞാനൊക്കെ എപ്പോഴും പാടുന്നവരെ എപ്പോഴും ഞങ്ങൾ പാടുന്ന ആര് നീ എൻ ഓമല എന്നുള്ള സോങ്ങാണ്. അത് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. അത് തീർച്ചയായിട്ടും പാടാം. ആരു നീ എന്നോമലേ എൻ മിഴികൾ തേടും രാഗമോ ഒഴുകി നീയൻ പ്രണയ നീർമണി കുളിരു പോലെ പോരുമോ എന്നു നീ സ്വന്തമായിടും തളിർമേനി എന്നു ഞാൻ പുൽകിടും പറയൂ നീ ആരു നീ എന്നോമലേ എൻ മിഴികൾ തേടും രാഗമോ. ഇത് ആക്ച്വലി കമ്പോസിങ് സെഷൻ മുതലേ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സോങ്. അതാണ്. ഏട്ടാ ഒന്നുകൂടെ പാടാമേ. ആദ്യം വരെ കുറച്ച് ബ്രത്ത് എടുത്ത് പാടാം. ഓക്കെ. റെഡി. അപ്പോൾ ആരു നീ ആരു നീ എന്നോമലേ എൻ മിഴികൾ തേടും രാഗമോ ഒഴുകി നീയൻ പ്രണയ നീർമണി കുളിരു പോലെ പോരുമോ എന്നു നീ സ്വന്തമായിടും തളിർമേനി എന്നു ഞാൻ പുൽകിടും പറയൂ നീ ആരു നീ എന്നോമലേ എൻ മിഴികൾ തേടും രാഗമോ ഒഴുകി നീയൻ പ്രണയ നീർമണി കുളിരു പോലെ പോരുമോ. താങ്ക് യു. ഇത് എഴുതിയിരിക്കുന്നത് ജോയ് തമലമാണ്. ജോയ് ബാലുവിൻ്റെ കൂടെ സെയിം ആ ബാച്ചിൽ പഠിച്ചതാണ്. തന്നെയാണ് ഞങ്ങളുടെ സുഹൃത്താണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ? അതെ, ശരിയാ. ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു കളരിയിൽ നിന്ന് വളർന്നു വന്ന ആളുകളല്ലേ? ഉണ്ടായിരുന്നു. അതെ. ജോയി നിങ്ങളുടെയൊക്കെ കൂട്ടുകാരെ പോലെ ഞങ്ങളുടെയും കൂട്ടുകാരനാണല്ലോ. തീർച്ചയായിട്ടും. പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയ ഇവരെല്ലാം ഗ്യാങ്ങിലുണ്ടായിരുന്നു. ഈ നമുക്ക് ഈ ഓരോ പാട്ടുകൾ പാടും തോറും നമുക്ക് ഇന്ന സിനിമയ്ക്ക് ഇന്ന പാട്ടെന്നുണ്ടല്ലോ. ഒരു സിനിമയ്ക്ക് ഒരു പാട്ട് എഴുതാൻ തരികയാണെങ്കിൽ, മ്യൂസിക്കും കൂടെ തരുവാണെങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് 2 പാട്ട് ഒരു സിനിമയ്ക്ക് ചെയ്യാൻ പറ്റും? 2 പാട്ട് ഒരു സിനിമയ്ക്ക് തരുവാണ്. നമ്മൾ സിറ്റുവേഷനാണ് പറയുന്നത്. ഇതിൽ പല രീതിയിൽ പലരും ചെയ്യുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് കമ്പോസ് ചെയ്യുന്നവരുണ്ട്, ഇപ്പം ലിറിക്ക് കിട്ടിയിട്ട് പെട്ടെന്ന് വായിച്ച് ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഉണ്ട്. പിന്നെ പാട്ട് കൊടുക്കാം
വെയിറ്റ് ചെയ്യുന്നതിന് അന്ന് രാവിലെ ചെയ്യുന്ന നമ്മളൊക്കെ ആ കാറ്റഗറിയിൽ വരും. പാട്ട് കൊടുക്കാമെന്ന് പറയും, അന്ന് രാവിലെ ആയിരിക്കും മോസ്റ്റ്ലി ചെയ്യുന്നത്. ഇതിൽ എൻ്റെ ഒരു നിർബന്ധം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു 3 ഓപ്ഷൻ വരെ ഞാൻ സബ്മിറ്റ് ചെയ്യും. കാര്യം വെച്ചാൽ ഒന്ന് എൻ്റെ വ്യൂ പോയിന്റിലുള്ള ഒരു കോൺസെപ്റ്റ്, പിന്നെ ഡയറക്ടറിൻ്റെ വ്യൂ പോയിന്റിൽ, പിന്നെ ജനറലായിട്ട് നമ്മുടെ ഒരു പ്രസൻറ്റ് എന്തൊക്കെയാണ്. ഞാൻ മാക്സിമം ഒരു 3-4 ഓപ്ഷൻസ് ട്യൂൺ വൈസ് ആദ്യമേ കൊടുക്കും. അതാണ് എനിക്കും മനസ്സിന് തൃപ്തി. കാര്യം ചിലപ്പോൾ ഈ ഒരു ട്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നമുക്കും മനസ്സിന് ഒരു സംതൃപ്തി വരാറില്ല ചില സംഭവങ്ങൾ. അതിനുവേണ്ടി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫ്രേസ് ബൈ ഫ്രേസ് തന്നെ കുറച്ച് ടൈം എടുത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം കേൾക്കുമ്പോഴും മിനിമം നമ്മുടെ ട്യൂണ് നമുക്കെങ്കിലും ആദ്യം ഒന്ന് ഇഷ്ടപ്പെടണമെന്നുള്ളൊരാഗ്രഹം എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമെങ്കിലും മാക്സിമം നമ്മുടെ ട്യൂണ് ഫസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അടുത്ത ആൾക്ക് കൊടുക്കാവൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് വൈസ് നോക്കുമ്പോൾ ഞാനൊരു അല്പം ടൈം എടുത്ത് മാത്രമേ പാട്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. പെട്ടെന്ന് ചെയ്യുന്നു ഇല്ലെന്ന് പറയുന്നില്ല, എങ്കിലും അത് എത്രമാത്രം നമ്മളൊക്കെ അറിയാലോ, നമ്മളൊക്കെ ഒരു മിനിമം ഒരു ടാലൻറ്റിനകത്ത് നിൽക്കുന്ന ആൾക്കാരാവുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എപ്പോഴും അത് ഇത്രമാത്രം ഒരു ഇതിലെത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സംഭവം ചിലപ്പോൾ കാണും. ഈ സിനിമയിൽ അഭിനയം കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് സിനിമ അതിൽ പ്രത്യക്ഷപ്പെടുന്നു. അഭിനയം എങ്ങനെയാണ് കാണുന്നത്? അത് ജസ്റ്റ് ഒരു പാസർ ബൈ ആയിട്ട് മാത്രമല്ല, അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് ആണല്ലോ. മ്യൂസിക് പിന്നെ പാടുന്നതും പണ്ടത്തിനെക്കാളും ഇപ്പോഴും കുറേ മ്യൂസിക് വീഡിയോസിലൊക്കെ നിൽക്കുന്നതും അങ്ങനെയുള്ളൊരു സംഭവം ഇപ്പോൾ ഉണ്ട്. പണ്ട് ആക്ച്വലി വീഡിയോസ് ഷൂട്ട് ഇതൊക്കെ കുറവ്, ഇപ്പം പാട്ട് പെർഫോം ചെയ്യുന്നതായിട്ടും അങ്ങനെ അതിൻ്റെ പിന്നാമ്പുറം പ്രവൃത്തികളായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ഏൽപ്പിച്ച പാട്ടുകൾ ഇന്നാൾ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ച് പിന്നീട് വേണ്ട എന്ന് വയ്ക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മളെ ചെയ്യാൻ നമ്മുടെ പാട്ട് കിട്ടാനായിട്ട് ലേറ്റ് ആയത് കാരണം അങ്ങനെ വല്ല സംഭവം ജീവിതത്തിലുണ്ടായി. ഞാൻ പലപ്പോഴും ഞാൻ പാട്ട് കൊടുക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് കന്നഡ ഡയറക്ടേഴ്സൊക്കെ ഉണ്ട് കുറേ നാൾ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. പെട്ടെന്ന് അവർക്ക് സാധാരണ ഒരു കമ്പോസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 3-4 മാസം എടുക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഐശ്വര്യ മോളുടെ ഒരു പടം ചെയ്യാൻ വേണ്ടി പോയി. അത് തന്നെയാണ് എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പണി കിട്ടിയെന്ന് ഞാൻ പറയില്ല, അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹമായിട്ട് അടുക്കാൻ പറ്റി. ആ പാട്ടിൽ പടം അങ്ങോട്ട് അത്ര നല്ലതായിട്ട് പോയില്ല എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് വേണ്ടി SPB സാർ ആദ്യമായിട്ട് പാടിയത് ആ പടത്തിലായിരുന്നു. അങ്ങനെ SPB സാറിൻ്റെ വീട്ടിൽ തന്നെയാണ് പോയി പാടിച്ചത്. അദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി. പിന്നെ ആ പാട്ടാണ് എനിക്ക് ആക്ച്വലി എൻ്റെ ഞാൻ ഇത്രയും നാൾ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ട് അതാണ്. അത് ആക്ച്വലി ഒരു കന്നഡ ഒരു നേറ്റിവിറ്റി സോങ്ങാണ്, ആഞ്ജനേയ സോങ്ങാണ്. അത് അവിടെ ഏറ്റവും പോപ്പുലർ പാട്ടുകൾ പ്രത്യേകിച്ച് അറിയാമല്ലോ, ആ ഒരു കാറ്റഗറി പാട്ടുകൾ ഒത്തിരി പോപ്പുലറായ സോങ്. അങ്ങനെ SPB സാറുമായിട്ട് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് സെഷൻ വളരെ കോമഡിയും എല്ലാം ഉണ്ട് അതിനകത്ത്. അതായത് പ്രത്യേകിച്ച് പുള്ളി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. പുള്ളി തന്നെ ഭയങ്കര ഫിറ്റാണല്ലോ. അപ്പം നമ്മളെ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ എല്ലാവരും കമ്പോസ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. ചിലർ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും കമ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ. ചിലവർക്ക് പാട്ട് കേൾപ്പിക്കാൻ ആരെയും കേൾപ്പിക്കില്ല, ഹെഡ്ഫോൺസ് വെച്ച് കൊടുക്കും. അങ്ങനെ കുറേ നിർബന്ധമുള്ള ഇത് അവിടെ അതൊന്നും നടക്കില്ല. പുള്ളിയുടെ ഓഫീസിൽ ജസേ പാടുങ്ക പുള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് പാടി കമ്പോസ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും, നമുക്കറിയാമല്ലോ, നമ്മളും ഇത് സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അങ്ങ് പാടിയിട്ട് അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് പാടി ആ ഫ്രേസ് രജിസ്റ്റർ ചെയ്ത് വേണം പാട്ട് ചെയ്യാൻ. അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു. അത് ഞാൻ ആക്ച്വലി ഇത്രയും നാൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഇത് ആക്ച്വലി ഞാൻ ഏതാണ്ട് ഒരു 6 മാസത്തോളം പുള്ളിയായിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു 4-5 പാട്ടൊക്കെ ചെയ്തു. ആക്ച്വലി കന്നഡയും തമിഴും സ്ട്രൈറ്റ് ഉണ്ടായിരുന്നു. ആ ആൽബത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ ഗുണങ്ങൾ കീരവാണി സാർ എനിക്ക് വേണ്ടി പാടാൻ പറ്റി, SPB സാറ് പാടി. അങ്ങനെ ഒരു നല്ലൊരു കോംബോ ആയിരുന്നു. പടം പറയുന്നത് പോലെ അത്ര ഒരു സംഭവം അറിയാമല്ലോ, പുള്ളിയുടെ രാഷ്ട്രസ്നേഹവും എല്ലാം അവിടെയാണ്.
അത് അന്നത്തെ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ പറയുന്നത് പോലെ പല രീതിയിലും ഉള്ള ഒരു സംഭവം ചില ഡയറക്ടേഴ്സിന് വേണ്ടി നമുക്ക് ഇരിക്കേണ്ടി വരും. പിന്നെ അദ്ദേഹത്തോടൊപ്പം ഇരുന്നപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒത്തിരി പാട്ടുകളുടെയൊക്കെ എന്താണ് കമ്പോസിങ്ങിന് കൂടെ ഇരുന്ന ആളാണ്. നമുക്ക് A.R. റഹ്മാൻ സാറിൻ്റെ സോങ്സ് ആണെങ്കിൽ തന്നെ ജെന്റിൽമാനും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പടമെല്ലാം അദ്ദേഹം കൂടെ കമ്പോസ്, പിന്നെ മലരേ മൗനമ എന്നുള്ള സോങ് എല്ലാം കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്ത ആളാണ്. പിന്നെ നമ്മളെപ്പോഴും വിദ്യാജിയുടെ ഒരു രാത്രി കൂടെ വിട വാങ്ങവേ, അത് ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്, അദ്ദേഹത്തിൻ്റെ തമിഴ് സോങ് ആണ്. അത് പിന്നെ മലയാളത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം ഇത്രയും ലെജൻഡറി സോങ് എല്ലാം കമ്പോസ് ചെയ്ത ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അയ്യോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനത്തെ ഒരു ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ പുള്ളി, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളി എപ്പോഴും നല്ല ഫ്രേസൊക്കെ പെട്ടെന്ന് അദ്ദേഹം ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഇത്രയും സ്പോട്ട് ചെയ്തിട്ട് അത് എടുക്കുക, ഇങ്ങോട്ട് ഇവിടെ വയ്ക്കുക, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി ഭയങ്കരമാണ്. കാര്യം ഇത്രയും മെസ്സേജ് ആക്ടേഴ്സ്. പിന്നെ ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 10-14 ട്യൂണൊക്കെ ചെയ്യേണ്ടി വരും. അത് കറക്റ്റ് തന്നെ. പുള്ളി ആദ്യം ചെന്നപ്പോഴേ പറഞ്ഞു ആ സിറ്റുവേഷന് വേണ്ടി എനിക്ക് ഇമാൻ 60 ട്യൂൺ തന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചോണം എന്തായാലും നമുക്ക് ഇതിന് മുകളിൽ ചെയ്യേണ്ടി വരും. നമ്മൾ പെട്ടു. പിന്നെ എനിക്ക് സാധാരണ ഈ മ്യൂസിക് കമ്പോസിങ്ങിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള പ്രധാന കാരണം, എപ്പോൾ നല്ലൊരു വർക്ക് കിട്ടുമോ അപ്പോൾ എന്തെങ്കിലും ഒരു യാത്ര വരും. അന്ന് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ സമയത്തായിരുന്നു ഓണം പരിപാടി, ഓണം കോൺസേർട്ടൊക്കെ ഇങ്ങനെ. അപ്പം സാർ പറഞ്ഞു ഇല്ല ജെസ്സി ചാൻസേ ഇല്ല, പോകാൻ മുടിയാതെ ഇങ്ങനെ പണ്ണുങ്ക. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പിന്നെ എല്ലാം ഇതിൻ്റെ ഭാഗമാണല്ലോ, നമ്മളത് ഉൾക്കൊള്ളണം, അത്രേ ഉള്ളൂ. അതാണ് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആട്ടോ. അതെ അതെ, ചോദിച്ചതപ്പോൾ അത് ഓർമ്മിക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. പിന്നെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അദ്ദേഹം. അറിയാമല്ലോ, ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. നമ്മൾ വയറൊക്കെ കൊണ്ട് പുള്ളി ഇടും എന്നെ ജസ് ചെയ്ത്. പിന്നെ പുള്ളി ഇത് ഹെൽത്തിനെ പറ്റി കുറേ ഡിസ്ക്രൈബ് ചെയ്യും. പുള്ളിയുടെ ഫ്രണ്ടിൽ വയറൊന്നും ചാടിക്കൊണ്ടങ്ങനെ ഇരിക്കാനേ പറ്റില്ല, എണീറ്റ് പോകാൻ പറയും. പിന്നെ ബാക്കിൽ കമ്പോസ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് വന്ന് ഇവിടെയൊക്കെ എങ്ങനെ എന്നെ ജസ് എന്ന് പറഞ്ഞ് ഇടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഫണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത് ഞാൻ ആക്ച്വലി പുള്ളി ആക്ഷൻ കിങ് ആണല്ലോ. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ നേരത്ത് നമ്മൾ വേറെ രീതിയൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ നോക്കിയ ഭാഗത്ത് പുള്ളി ഒരു ബിസ്ക്കറ്റ് പാലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളെ പോലെ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ബന്ധങ്ങൾ അങ്ങനെയാണ്, പിന്നീട് ആ ബന്ധങ്ങൾ സൂക്ഷിക്കാനൊക്കെ കഴിയുന്ന വലിയ ഒരു കാര്യമാണല്ലോ. ആ പാട്ട് ഏതാണ് ഹിറ്റ് ആയത്? സിനിമ കൂടിയിൽ രണ്ടിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പാടിത്തരാം. ഈ പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ് ടിപ്പും കൂടെ പാടിയിട്ടുണ്ട്. ടിപ്പും SPB സാറും കൂടെ ഉള്ള ഒരു ഇതാണ്. അപ്പം ജയ് ഹനുമതി ഇത് ആക്ച്വലി ഇതിനു വേണ്ടി വെച്ച ലിറിക്കല്ല, നേരത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാസ്റ്ററിൻ്റെ ലിറിക്ക് എടുത്ത് അദ്ദേഹം ഇതിനു വേണ്ടി ഞങ്ങൾ. അപ്പം എന്തായാലും ഈ ഇൻ്റർവ്യൂ സാറ് കാണുകയാണെങ്കിൽ കണ്ട് തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അതുകൊണ്ട് ഞാൻ വരി കറക്റ്റ് നോക്കിയാണ് പാടാൻ പോകുന്നത്. ഞാൻ തെറ്റിച്ചു. ജയ് ഹനുമന്ത കേസരി നന്ദന മാരുതിരായ വാനരയോധ വായുപുത്ര വജ്രകായ ദീനബന്ധുവേ ധീര ജയ് ഹനുമാൻ. ജയ് ഹനുമന്ത കേസരി നന്ദന മാരുതിരായ വാനരയോധ വായുപുത്ര വജ്രകായ ദീനബന്ധുവേ ധീര ജയ് ഹനുമാൻ. രഘുപതി ರಾಘವ ರಾಜಾರಾಮ ಎನ್ನುತ್ತಾ ಹಾಡುವ ನಮ್ಮ ಹನುಮ. ನಮೋ ರಾಮ ಭಕ್ತ ನೀನೇ ಸರ್ವಶಕ್ತ. ರಾಮನ ಮುಖ್ಯ ಪ್ರಾಣ ಹನುಮ, ಹನುಮಾನ ಪ್ರಾಣ ರಾಮ ನಾಮ. ರಾಮನ ಮುಖ್ಯ ಪ್ರಾಣ ಹನುಮ, ಹನುಮಾನ ಪ್ರಾಣ ರಾಮ ನಾಮ. ಜಯ ಹನುಮಂದ ಕೇಸರಿ ನಂದನ ಮಾರುತಿರಾಯ ವಾನರಯೋಧ ವಾಯುಪುತ್ರ ವಜ್ರಕಾಯ ദീനബന്ധുവേ ധീര ജയ ഹനുമാൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെയല്ല പാടേണ്ടത്? അല്ല, നമ്മൾ അത്ര അർത്ഥം ഫുള്ള് എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റില്ല. ലിറിക്ക് ആക്ച്വലി ആ സമയത്ത് നമ്മുടെ കൂടെ ലിറിസിസ്റ്റ് എപ്പോഴും കാണും. ആ സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടാകും. പിന്നെ ഓർക്കസ്ട്ര സമയം അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ഇതിൻ്റെ ഒരു സപ്പോർട്ടീവ് ഓർക്കസ്ട്രയൊക്കെ വരുന്ന സമയത്ത് ആക്ച്വലി മാത്രമല്ല ഈ പടത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും ആ ഒരു
ആംബിയൻസിലായിരിക്കും അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ആ ഏത് മ്യൂസിക്, ഏത് നമ്മൾ ചെയ്യുന്ന പാട്ടിൻ്റെയും ആ ഏത് ഷൂട്ടിന് സ്ഥലത്തും പോകാറുണ്ടോ? ആക്ച്വലി വളരെ പേഴ്സണലായിട്ടുള്ള എന്താണ് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് നമ്മൾ ഒത്തിരി കൂടെ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോകാറുണ്ട്. അവരുടെ സൈറ്റിൽ പോയിട്ടുണ്ട്, അങ്ങനെ പോയി നിൽക്കാൻ. ആക്ച്വലി പറയാൻ മറന്നു പോയ പാട്ടും ഏറ്റവും വലിയ നഷ്ടങ്ങൾ ಭೇಟಿಗೆ ಯಾರು ಬಂದಿರದ ಮನಸಲಿ ನಿನ್ನ ಆಗಮನ ಈ ದಿನ ನೀಡುವ ಮುನ್ನ ನಾನೇ ಆಮಂತ್ರಣ. ലെജൻസ് പാടുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ പാട്ട് ഈ പഠിക്കുന്ന കാലത്തൊക്കെ കോളേജ് ലൈഫിലും അതിന് മുമ്പുള്ള ജീവിതത്തിലൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ജീവിതം? ഞാൻ വളരെ ആ പാട്ട് തന്നെയാണ് തീർച്ചയായും വീണ്ടും. ഈ തെലുങ്ക് പാടുമ്പോഴാണ് സുഖം. തെലുങ്ക് ആക്ച്വലി തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ് ചുമ്മാ ചുമ്മാ ചുമ്മാതെ കാറ്റ് ഹേ കണ്ണേ 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 എൻ്റെ കൺമണി പെണ്ണിനെ പുൽകാതെ പൊന്നെ ഹേ പൊന്നെ